ഹലോ സ്റ്റുഡൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ ബോൾസ്മാൻ കാനോണിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ലോയുടെ ഒരു ഡെറിവേഷനിലാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അവിടെ ith എനർജി ലെവലിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം NIയും അതിൻ്റെ എനർജി വാല്യൂ EIയും തമ്മിലുള്ള കണക്ഷനാണ് ഡിറൈവ് ചെയ്തത്. വേർ NI വാസ് ഗിവൺ ആസ് a relationship as an exponential, a negative exponential of EI. അപ്പോൾ അതിനെ ഒരു ഗ്രാഫിക്കലായിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം NI ഇങ്ങനെയാണ്, y ആക്സിസിലാണ്, എനർജി x ആക്സിസിലാണ്. ഒരു എനർജി ലെവലിൻ്റെ എനർജി വാല്യൂ, അസോസിയേറ്റഡ് എനർജി വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓക്യുപ്പൈയിങ് ദാറ്റ് എനർജി ലെവൽ എക്സ്പോണൻഷ്യലായിട്ട് താഴെ വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതായത് ഒരു സിസ്റ്റത്തിൽ പല എനർജി ലെവലുകളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഓക്യുപ്പൈ ചെയ്യപ്പെടാൻ പോകുന്നത് ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവലും ഏറ്റവും കുറച്ച് ഓക്യുപ്പൈ ചെയ്യപ്പെടാൻ പോകുന്നത് ഏറ്റവും ഹയസ്റ്റ് എനർജി ലെവലും ആണ് എന്നാണ് ആ ഡിസ്ട്രിബ്യൂഷൻ ലോ നമ്മളോട് പറയുന്നത്. അല്ലെങ്കിൽ ഒരു എനർജി ലെവൽ കൂടുതൽ ഹയർ എനർജിയിലേക്ക് പോകും തോറും, അല്ലെങ്കിൽ കൂടുതൽ ഹൈ എനർജിയിലുള്ള ഒരു എനർജി ലെവൽ ആകും തോറും അത് ഓക്യുപ്പൈ ചെയ്യപ്പെടാനുള്ള സാധ്യത കുറഞ്ഞു വരും എന്നാണ് നമ്മളവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ അവസാനമായി ഒരു Z എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, വിച്ച് വാസ് ഡിഫൈൻഡ് ആസ് സിഗ്മ ഓവർ I e റേസ് ടു മൈനസ് ബീറ്റ EI. ഇവിടെ A എന്ന് പറയുന്നത് e റേസ് ടു മൈനസ് ആൽഫ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ A എന്ന് വിശേഷിപ്പിച്ചത്. ആൽഫയും ബീറ്റയും ലഗ്രാഞ്ചി മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് മൾട്ടിപ്ലയേഴ്സിൽ നമ്മൾ ഉപയോഗിച്ച രണ്ട് കോൺസ്റ്റൻസ് ആണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് വേണ്ടത് ആ ബീറ്റ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാരാമീറ്ററിൻ്റെ ഇവാലുവേഷനാണ്. എത്രയാണ് ബീറ്റയുടെ വാല്യൂ? അതിനു വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു. വി ട്രാൻസ്ഫർ ആൻ എനർജി ഡെൽറ്റ ഇ ടു ദ സിസ്റ്റം. അതായത് ഡെൽറ്റ ക്യൂ ഡി ക്യൂ എന്ന് പറയുന്ന ഹീറ്റ് എനർജി നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സിസ്റ്റത്തിൻ്റെ എനർജി മാറും. ഇഫ് ദാറ്റ് എനർജി ചേഞ്ചസ് ഡെൽറ്റ ഇ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു TdS. നമ്മളത് നേരത്തെ തെർമോഡൈനാമിക്സിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു റിലേഷനാണ്. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു TdS. അതേസമയം ഡെൽറ്റ ഇയുടെ മറ്റൊരു എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ഡെറിവേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്നു. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ഓവർ I EI dNi. മറ്റൊരു റിലേഷൻ ബോൾസ്മാൻ എൻട്രോപ്പി റിലേഷൻ എന്നറിയപ്പെടുന്ന S ഈസ് ഈക്വൽ ടു K log ഒമേഗ എന്ന് പറയുന്ന ഒരു ഇക്വേഷനാണ്. ഇത് നമ്മൾ കഴിഞ്ഞ തവണ ലഡ്വിഗ് ബോൾസ്മാൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഇക്വേഷൻ പരിചയപ്പെട്ടിരുന്നു. വേർ S stands for the absolute value of the entropy, K is called the Boltzmann constant and omega is the thermodynamic probability എന്നവിടെ പറഞ്ഞു. അപ്പോൾ S is equal to K log omega ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സേ DS is equal to K into D of log omega. log omega ചേഞ്ച് ആണ് D log omega. K ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ചേഞ്ച് അവിടെ ബാധകമാകുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ കണ്ടെത്തിയ ഒരു റിസൾട്ടാണ് D of log omega is equal to മൈനസ് സിഗ്മ ഓവർ I log NI dNi. ഇത് നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ ഉപയോഗിച്ച ഒരു റിസൾട്ടാണ്. ആ റിസൾട്ട് നമുക്കിവിടെ നേരിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സോ ദാറ്റ് ഗിവ്സ് യു എ വാല്യൂ DS ഈസ് ഈക്വൽ ടു മൈനസ് K സിഗ്മ ഓവർ I log NI dNi. അതായത് ഇവിടെ log ഒമേഗ D log ഒമേഗയുടെ വാല്യൂ നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി ഈ NIയുടെ വാല്യൂ NI ഈസ് ഈക്വൽ ടു A e റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ EI എന്ന് പറയുന്ന ഈ റിലേഷൻഷിപ്പ് ഇവിടുത്തെ NIക്ക് പകരമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് DS ഈസ് ഈക്വൽ ടു മൈനസ് K സിഗ്മ ഓവർ I log A e റേസ് ടു മൈനസ് ബീറ്റ EI dNi എന്നുള്ളതാണ്. ഇനി ലോഗരിതം ഉപയോഗിച്ചിട്ട് ഈ പ്രോഡക്റ്റിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് log A മൈനസ് ബീറ്റ EI എന്ന് കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ ലോഗരിതം log ടു ദ ബേസ് E ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലോഗരിതം ഓഫ് E റേസ് ടു മൈനസ് BI വിൽ ഗിവ് യു മൈനസ് BI. അങ്ങനെ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ റിസൾട്ട് DS ഈസ് ഈക്വൽ ടു മൈനസ് K log A സിഗ്മ ഓവർ I dNi പ്ലസ് K ബീറ്റ സിഗ്മ ഓവർ I EI dNi. ഇവിടുത്തെ പ്ലസ് സൈൻ വരുന്നത് ഈ മൈനസ് BEIയും ഇവിടുത്തെ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതൊരു പ്ലസ് പോസിറ്റീവ് ടേം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഈ സിഗ്മ ഓവർ I dNi നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 0. കാരണം ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാറാൻ നിൽക്കുന്നുണ്ട്. സിസ്റ്റം ആസ് എ ഹോൾ നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ഒരു എനർജി ലെവലിൽ നിന്നും മറ്റൊരു എനർജി ലെവലിലേക്ക് പാർട്ടിക്കിൾസ് മാറിയേക്കാം. പക്ഷേ ആ സിസ്റ്റത്തിലെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മാറുന്നില്ല. അപ്പോൾ dNi മേ ബി നോട്ട് ഈക്വൽ ടു 0. പക്ഷേ സിഗ്മ ഓവർ dNi ഒരു എനർജി ലെവലിൽ നിന്ന് കുറയുന്നത് മറ്റേതെങ്കിലുമൊക്കെ എനർജി ലെവലുകൾ കൂടുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഒരു എനർജി ലെവലിൽ കൂടുന്നത് മറ്റേതെങ്കിലും എനർജി ലെവലിൽ നിന്ന് കുറഞ്ഞാൽ മാത്രമേ സാധിക്കൂ. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ്
പാർട്ടിക്കിൾസ് സെയിം ആയത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ദിസ് ടേം വിൽ ബി 0. അതുപോലെ സിഗ്മ ഓവർ ഐ ഇ ഐ ഡി എൻ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഉണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ. അങ്ങനെയെന്നുണ്ടെങ്കിൽ യു ക്യാൻ അറൈവ് അറ്റ് ആൻ ഇക്വേഷൻ ഡി എസ് ഈസ് ഈക്വൽ ടു കെ ബീറ്റ ഇൻറ്റു ഡെൽറ്റ ഇ. ഇനി അതിൽ നിന്നും ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 1 കെ ബീറ്റ ഇൻറ്റു ഡി എസ് എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് നമ്മൾ എത്തുന്നു. അതേസമയം തന്നെ 1 കെ ബീറ്റ ഇൻറ്റു ഡി എസിനെ നമുക്ക് ഡെൽറ്റ ഇയുടെ മറ്റൊരു തെർമോഡൈനാമിക്കൽ റിലേഷൻഷിപ്പായ ടി ഡി എസ്, ഇത് ടി ഡി എസ് ആണ് നമ്മൾ തെർമോഡൈനാമിക്കലി തൊട്ട് മുമ്പ് പറഞ്ഞു, അപ്പോൾ അതുമായിട്ട് നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാം. സോ 1 കെ ബീറ്റ ഇൻറ്റു ഡി എസ് ഈസ് ഈക്വൽ ടു ടി ഡി എസ് എന്ന് കിട്ടുന്നു. യു ക്യാൻ ക്യാൻസൽ ഔട്ട് ദ വാല്യൂസ് ഓഫ് ഡി എസ് ആൻഡ് യു ക്യാൻ അറൈവ് അറ്റ് ആൻ റിസൾട്ട് ബീറ്റ ഈസ് ഈക്വൽ ടു 1 കെ ടി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. ഈ ബീറ്റ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ്, ലഗ്രാഞ്ചി മെത്തേഡ് ഓഫ് അൺഡിറ്റർമൈൻഡ് മൾട്ടിപ്ലയേഴ്സിൽ നമ്മൾ ഉപയോഗിച്ച ബീറ്റ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 1 കെ ടി, ടി സ്റ്റാൻഡ്സ് ഫോർ ദ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആൻഡ് കെ സ്റ്റാൻഡ്സ് ഫോർ ദ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെയെങ്കിൽ യു ക്യാൻ റീറൈറ്റ് ദ ഇക്വേഷൻ ഫോർ എൻ ഐ ആസ് എൻ ഐ ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ഇ ഐ ബൈ കെ ടി. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ ith എനർജി ലെവൽ ഡിപ്പെൻഡ്സ് ഓൺ ദ എനർജി of the ith level and also on the absolute temperature of the system. ആ സമയത്ത് ടെമ്പറേച്ചർ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്വാണ്ടിറ്റിയിൽ അതിനനുസരിച്ചിട്ട് മാറ്റം വരാം എന്നാണ് ഈ ഇക്വേഷൻ നമ്മളോട് പറയുന്നത്. ഇനി ഇതിൽ നിന്നും നമുക്ക് പ്രോബബിലിറ്റിയുടെ ഒരു ഐഡിയ കൂടി ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിവിടെ പി ഇ ഐ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇ ഐ എന്ന് പറയുന്ന എനർജി ലെവൽ അല്ലെങ്കിൽ ith എനർജി ലെവൽ ഓക്യുപ്പൈ ചെയ്യപ്പെടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്. പ്രോബിലിറ്റി ഓഫ് ഓക്യുപ്പൈയിങ് ഓഫ് ith എനർജി ലെവൽ പി ഇ ഐ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് അറിയാം ith എനർജി ലെവലിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എൻ ഐ ആണ്, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എൻ ആണ്. അപ്പോൾ ഈ എൻ പാർട്ടിക്കിൾസിൽ എത്ര പാർട്ടിക്കിൾസ് ഒരു പ്രത്യേക ഒരു എനർജി ലെവലിൽ പോകുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ പ്രത്യേക എനർജി ലെവലിൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഓക്യുപ്പൈങ് എത്രയാണെന്ന് അനുസരിച്ചിരിക്കും എന്ന് പറയാമല്ലോ. അല്ലെങ്കിൽ ഒരു പ്രത്യേക എനർജി ലെവലിൽ കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്യുപ്പൈ ചെയ്യപ്പെടാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആ ലെവലിൽ ഓക്യുപ്പൈ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ ലോജിക്ക് അനുസരിച്ച് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് പി ഇ ഐ ഈസ് ഈക്വൽ ടു എൻ ഐ ബൈ എൻ. അതായത് ഒരു പ്രത്യേക ലെവലിൻ്റെ പ്രോബബിലിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഓക്യുപ്പൈ ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. ആ ലോജിക്കിൽ പി ഇ ഐ ക്യാൻ ബി റിട്ടേൺ ആസ് എൻ ഐ ബൈ എൻ, ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ ith എനർജി ലെവൽ ഡിവൈഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. എൻ ഐയുടെ ഇക്വേഷൻ നമുക്കറിയാം എ ഇ റൈസ് ടു മൈനസ് ഇ ഐ ബൈ കെ ടി ബൈ എൻ. ഇനി എ ബൈ എൻ എന്താണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. നമ്മൾ തൊട്ട് മുമ്പ് എന്നിൻ്റെ വാല്യൂ എ ഇസഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും നമുക്ക് എ ബൈ എൻ ഇസ് ഈക്വൽ ടു 1 ഇസഡ് അല്ലെങ്കിൽ ഇസഡ് സ്റ്റാൻഡ്സ് ഫോർ ദ പാർട്ടീഷൻ ഫംഗ്ഷൻ 1 ഇസഡ് എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് എത്താം. അപ്പോൾ ഇവിടുത്തെ ഈ എ ബൈ എൻ എന്ന് പറയുന്ന റേഷ്യോയെ യു ക്യാൻ റൈറ്റ് ദിസ് ആസ് 1 ഇ സെപ്സിലൺ സിഗ്മ ഓവർ ഐ ഇ റേസ് ടു മൈനസ് ഇ ഐ ബൈ കെ ടി എന്ന് എഴുതാം. അപ്പോൾ ഈ വാല്യൂ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ റിസൾട്ട് പി ഇ ഐ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഇ ഐ ബൈ കെ ടി ഡിവൈഡ് ബൈ സിഗ്മ ഇ റേസ് ടു മൈനസ് ഇ ഐ ബൈ കെ ടി. ഈ താഴെയും മുകളിലുമുള്ള ടേംസ് സെയിം ആണ്, പക്ഷേ താഴെ ഉള്ളത് ഒരു സമ്മേഷൻ ടേം ആണെന്ന് ആലോചിക്കുക. മൊത്തം ഈ മൈനസ് ഇ ഐ ബൈ കെ ടിയുടെ സമ്മാണ് താഴെ ഉള്ളത്. അത് ഏത് എനർജി ലെവലിനും കോൺസ്റ്റൻറ്റും ആയിരിക്കും. ഈ ക്വാണ്ടിറ്റിയാണ് അവിടെ മാറുന്നത് കാണാം. സോ ദിസ് ഈസ് ദ എനർജി, ദിസ് ഈസ് ദ പ്രോബിലിറ്റി കറസ്പോണ്ടിങ് ടു ദ ഓക്യുപ്പൈയിങ് ഓഫ് ith എനർജി ലെവൽ എന്ന് പറയാം. അതുപോലെ പറയാവുന്ന മറ്റൊരു ക്വാണ്ടിറ്റിയാണ് റിലേറ്റീവ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആർ. ഇപ്പോൾ രണ്ട് എനർജി സ്റ്റേറ്റ് ഉണ്ട് നമുക്കറിയാം, 1 and 2 ലെവൽസ്. ഈ രണ്ട് സ്റ്റേറ്റുകളുടെയും ഓക്യുപ്പൈ ചെയ്യപ്പെടാനുള്ള പ്രോബിലിറ്റികളുടെ റേഷ്യോ അല്ലെങ്കിൽ അതിനാണ് P1 by P2 എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ റിലേറ്റീവ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ സ്റ്റേറ്റ്, മറ്റൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ ലെവൽ മറ്റൊരു ലെവൽ ഓക്യുപ്പൈ ചെയ്യപ്പെടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, അതായത് ഒന്നിൽ മറ്റതിനേക്കാൾ കൂടുതലാണോ കുറവാണെങ്കിലോ കൂടുതലാണെങ്കിലോ എത്ര മടങ്ങാണ്, ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാണ് നമ്മൾ റിലേറ്റീവ് പ്രോബബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് P1ൻ്റെ എക്സ്പ്രഷൻ നമുക്കിവിടെ എ ഇ റേസ് ടു മൈനസ് ഇ വൺ ബൈ കെ ടി ബൈ എൻ എന്ന് എഴുതാം. അതുപോലെ P2ൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എ ഇ റേസ് ടു മൈനസ് ഇ ടു ബൈ കെ ടി എന്ന് എഴുതാം. നിങ്ങൾ അതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആ എയും എന്നും പോലുള്ള കോൺസ്റ്റൻസ് ക്വാണ്ടിറ്റീസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി യു വിൽ അറൈവ് അറ്റ് റിസൾട്ട് ഇ റേസ് ടു മൈനസ് ഇ വൺ ബൈ കെ ടി ഡിവൈഡ് ബൈ ഇ റേസ് ടു മൈനസ് ഇ ടു ബൈ കെ ടി, അല്ലെങ്കിൽ ഇ റേസ് ടു മൈനസ് ഇ വൺ മൈനസ് ഇ ടു ബൈ കെ ടി എന്ന റിസൾട്ടിലേക്ക് അവിടെ എത്തുന്നു. അപ്പോൾ രണ്ട് ലെവൽസ് 1 and 2 അവയെ തമ്മിലുള്ള റിലേറ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ ലെവൽസിനിടയിലുള്ള എനർജി ഡിഫറൻസിന് പ്രൊപ്പോർഷണലായിരിക്കും നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ ഒരു ലെവലിനെ അപേക്ഷിച്ച് മറ്റൊരു ലെവൽ എത്രത്തോളം ഓക്യുപ്പൈഡ് ആകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ
ആദ്യത്തെ ലെവലിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ ലെവലിന് എത്രത്തോളം എനർജി ഡിഫറൻസ് ഉണ്ട് എന്നതിനനുസരിച്ചായിരിക്കും അത് മാറുന്നത് എന്ന് പറയാം. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെയാണത്, ഒരു എനർജി ലെവൽ എത്രത്തോളം ഒക്യുപ്പൈ ചെയ്യപ്പെടുമെന്ന് തീരുമാനിക്കുന്നത് ആ എനർജി ലെവലിൻ്റെ എനർജി വാല്യൂ ആണ്. കൂടുതൽ എനർജി കൂടിയ ലെവൽസ് കുറച്ച് മാത്രമേ ഒക്യുപ്പൈ ചെയ്യപ്പെടുന്നുള്ളൂ. വളരെ കുറഞ്ഞ എനർജി വാല്യൂസ് ഉള്ള എനർജി ലെവൽസാണ് കൂടുതൽ ഒക്യുപ്പൈ ചെയ്യപ്പെടാനുള്ള പ്രോബബിലിറ്റി ഉള്ളത് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പറഞ്ഞു ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ലോ ആണ്. ഇപ്പം നമ്മൾ കണ്ടെത്തിയ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസിലൊന്ന്, ഇതൊരു ലോ ഡെൻസിറ്റി ഗ്യാസ് ആയിരിക്കണം. അതായത് മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് വളരെ കുറവായിരിക്കുന്ന വിധം, അല്ലെങ്കിൽ കൂടുതൽ ഒരു വളരെ ചെറിയ സ്പേസിലേക്ക് എല്ലാ മോളിക്യൂൾസും കൂടെ ഞെരുങ്ങിയിരിക്കുന്നതിന് പകരം മോളിക്യൂൾസിന് റോം അറൗണ്ട് ചെയ്യുന്നതിനുള്ള, കൂടുതൽ ഫ്രീ ആയി മൂവ് ചെയ്യുന്നതിനുള്ള സ്പേസ് അവൈലബിൾ ആകുന്ന വിധം ഡെൻസിറ്റി കുറഞ്ഞ ഗ്യാസ് മോളിക്യൂൾസിൽ മാത്രമേ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, മോളിക്യൂൾസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഗ്യാസിൽ നമുക്ക് ഒരുപാട് മോളിക്യൂൾസിനെ എടുത്തിട്ടുണ്ടാകാം, പക്ഷേ ഈ മോളിക്യൂൾസ് എല്ലാം നിരന്തരം മൂവ്മെൻറ്റിലാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവയ്ക്കെല്ലാം അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു കൈനറ്റിക് എനർജി ഉണ്ടാകും. ½ mv1² എന്നോ ½ mv2² എന്നോ ഒക്കെ പറയാവുന്ന കൈനറ്റിക് എനർജീസ് ഉണ്ടാകാം. ഇത് പല ഡയറക്ഷൻസിലും ആകാം. പക്ഷേ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് മോളിക്യൂൾസ് ക്യാൻ ഹാവ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ടേംസ് വരുന്നത് ഈ രണ്ട് മോളിക്യൂൾസ് അടുത്തടുത്ത് വരുമ്പോൾ അവയ്ക്ക് തമ്മിൽ ഒരു റിപ്പൾസീവ് ആയിട്ടുള്ളതോ അട്രാക്റ്റീവ് ആയിട്ടുള്ള വല്ല ഫോഴ്സസും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ മറ്റ് പാർട്ടിക്കിൾസ് കാരണമുള്ള പൊട്ടൻഷ്യൽ എനർജി കൂടി നമുക്ക് പരിഗണിക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എനർജിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ ആ എനർജി കാൽക്കുലേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള മ്യൂച്വൽ ഇൻട്രാക്ഷൻ വളരെ കുറവാണെന്നും അവയുടെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് എന്നുള്ളൊരു അസംഷൻ മാത്രമേ നമുക്ക് ഈ ലോസ് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. മറ്റൊന്ന്, ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്. ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരസ്പരം പേരിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്ന പോലെ പരസ്പരം വേർതിരിച്ചറിയാൻ കഴിയുന്ന പാർട്ടിക്കിൾസ് എന്ന അർത്ഥത്തിലാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിന് ചില ടെക്നിക്കൽ മീനിങ്സ് കൂടിയുണ്ട്, അത് നമുക്ക് മുമ്പോട്ട് പറയാം. ഓൺലി ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസിന് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. മറ്റൊന്ന്, ഡസ് നോട്ട് ഗീവ് ഈ കറക്റ്റ് മെഷർ ഓഫ് എൻട്രോപ്പി എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ച ലോസ് ഉപയോഗിച്ച്, ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്ത റിസൾട്ട് ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തിൻ്റെ എൻട്രോപ്പി കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമം നടത്തി കഴിഞ്ഞാൽ അത് ആക്ച്വൽ എൻട്രോപ്പി ആയിരിക്കില്ല നമുക്ക് തരുന്നത്, അതിനകത്തൊരു എറർ ഉണ്ടാകും. ഇനി നമ്മൾ ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ വാക്ക് കുറച്ചുകൂടി പരിചയപ്പെടേണ്ടതുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. എനർജി ലെവലുകളിൽ ഇലക്ട്രോൺസ് എങ്ങനെ പാർട്ടിക്കിൾസ് ജനറലി എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമ്മൾ മുമ്പോട്ട് ഇവയുടെ ആ ഫേസ് സ്പേസിലുള്ള ബിഹേവിയറും അതിൽ നിന്ന് നമുക്ക് മറ്റ് ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസും ഒക്കെ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും എന്ന് തീരുമാനിക്കുന്നതിന് ആ പാർട്ടിക്കിൾസിൻ്റെ സ്വഭാവം കൂടി പ്രധാനമാണെന്ന് കാണാം. നമ്മളിതുവരെ പാർട്ടിക്കിൾസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഏത് ടൈപ്പ് പാർട്ടിക്കിൾസ് ആണ് അല്ലെങ്കിൽ ഏത് പാർട്ടിക്കിൾസ് ആണ് എന്നതിനെക്കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല. അത്തരം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകുമ്പോഴാണ് ഏത് ടൈപ്പ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്ന ചോദ്യം കൂടി പ്രധാനപ്പെട്ടതാകുന്നു. അതിന് കാരണം ഏത് തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ് ഒരു സെറ്റ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഒബേ ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് എന്ന് കാണാം. അങ്ങനെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 തരം പാർട്ടിക്കിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിലൊരു തരം പാർട്ടിക്കിൾസ് ഐഡൻറ്റിക്കൽ ബട്ട് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണ്. ഈ 2 വാക്കുകളും ശ്രദ്ധിക്കുക. 2 പാർട്ടിക്കിൾസ് തമ്മിൽ ഒരേ പ്രോപ്പർട്ടീസാണ്, അതിൻ്റെ മാസ്, ചാർജ്, ഇതെല്ലാം എ ആൻഡ് ബി, അതിൻ്റെ മാസും ചാർജും എല്ലാം ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിളാണ് നമുക്ക് പറയാം. ഇനി എന്താണ് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ്? സപ്പോസ് ഈ എയും ബിയും എന്ന 2 പാർട്ടിക്കിൾസ് ചേർന്ന ഒരു സിസ്റ്റം ഉണ്ട് എന്ന് കരുതുക. ദർ ഈസ് എ സിസ്റ്റം. ആ സിസ്റ്റത്തിൽ 2 കമ്പോണൻസ് മാത്രമാണ് എയും ബിയും. പക്ഷേ ഈ എയും ബിയും നമ്മളിപ്പോൾ ഈ സിസ്റ്റത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ സപ്പോസ് എ ഇപ്പുറത്തേക്കും ബി ഇപ്പുറത്തേക്കും മാറിയിരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് എ ഇപ്പുറത്തേക്ക് മാറിയെന്നും ബി ഇപ്പുറത്തേക്ക് മാറിയെന്നും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾസ് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണ് എന്ന് പറയാം. അല്ലെങ്കിൽ ഈ പാർട്ടിക്കിൾസിനെ പരസ്പരം മാറ്റിയാലും ഈ സിസ്റ്റത്തിലെ നിങ്ങൾക്ക് ഓരോ പാർട്ടിക്കിളിൻ്റെയും പൊസിഷൻ മാറിയത് വേർതിരിച്ചറിയാൻ സാധിക്കും എങ്കിൽ അവയെ നമുക്ക് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് എന്ന് പറയാം. മറിച്ച് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എയും ബിയും ഇങ്ങോട്ട് മാറിയിട്ടും ഇതിൽ ഏതാണ് എ ഏതാണ് ബി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പാർട്ടിക്കിൾസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ് എന്ന് പറയാം.
ഈ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് തന്നെ 2 തരത്തിലുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് ക്വാണ്ടം മെക്കാനിക്സ് കൂടി പറയേണ്ടി വരും. അവിടെ ഒരു പാർട്ടിക്കിളിനെയോ ഏതെങ്കിലും ഒരു ജനറൽ ക്വാണ്ടം സിസ്റ്റത്തെയോ, നമുക്കറിയാം ഒന്നിലധികം പാർട്ടിക്കിൾസ് ചേരുമ്പോൾ അതിനൊരു സിസ്റ്റം എന്ന് ജനറലി വിളിക്കാം. അതിൽ ഒരു പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് അതിനൊരു സിസ്റ്റമായിട്ട് വിളിക്കാം. ദാറ്റ് വിൽ ബി കോൾഡ് എ സിംഗിൾ പാർട്ടിക്കിൾ സിസ്റ്റം. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു സിസ്റ്റത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളൊരു ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഉപയോഗിക്കും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇറ്റ് ഈസ് കോൾഡ് വേവ് ഫംഗ്ഷൻ. അപ്പോൾ ആ വേവ് ഫംഗ്ഷൻ അതിൻ്റെ ഒരു സ്പേസിൻ്റെയും ടൈമിൻ്റെയും കോർഡിനേറ്റ്സ് ആകാം. ആ വേവ് ഫംഗ്ഷൻ്റെ പ്രത്യേകത ഒരു സിസ്റ്റത്തെക്കുറിച്ചുള്ള മുഴുവൻ ഇൻഫർമേഷനും ആ വേവ് ഫംഗ്ഷനിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. ആ വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ, സൈ സ്ക്വയർ എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബബിലിറ്റിയാണ് നമുക്ക് തരുന്നത്. ഒരു സിസ്റ്റം ഒരു പ്രത്യേക റീജിയൻ ഓഫ് സ്പേസിൽ ടൈമിലും കാണപ്പെടാനുള്ള പ്രോബബിലിറ്റിയാണ് സൈ സ്ക്വയർ തരുന്നതെന്ന് പറയാം. സപ്പോസ് ജനറലി അത് ഒരു പൊസിഷൻ്റെയും ടൈമിൻ്റെയും ഫംഗ്ഷൻ ആയിരിക്കും. ടൈം ഇവിടെ പ്രധാനമല്ല. ഈ സിസ്റ്റത്തിൽ 2 പാർട്ടിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊസിഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ R1 R2 എന്നിവയുടെയും ടൈമിൻ്റെയും ഫംഗ്ഷൻ ആയിരിക്കും. അതായത് 2 പാർട്ടിക്കിൾസിൻ്റെയും പൊസിഷൻസ് ആണ് R1ഉം R2. അപ്പോൾ ഇവിടെ ഈ പൊസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊരു സിസ്റ്റം ഉണ്ടെന്ന് കരുതുക. സപ്പോസ് ഒന്നാമത്തെ സിസ്റ്റത്തിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് പൊസിഷൻ 1ൽ എയും പൊസിഷൻ 2ൽ ബിയും ആണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊസിഷൻ പ്രോബിലിറ്റി ഡെൻസിറ്റി സൈ സ്ക്വയർ R1 R2 T ആയിരിക്കും. ഇനി മറ്റൊരു സിസ്റ്റം ഉണ്ട്. നിങ്ങൾ 1ലേക്ക് ബിയെയും 2ലേക്ക് എയെയും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ പ്രോബിലിറ്റി എന്തായി മാറുന്നു? സൈ സ്ക്വയർ R2 R1 T ആയിട്ട് മാറുന്നു എന്ന് കരുതുക. ഇത് രണ്ടും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിലാണ് നമ്മൾ അവയെ ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ ടൈപ്പോ ഉണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ ഈ രണ്ടും ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണ്. നമ്മൾ 3 തരം പാർട്ടിക്കിൾസിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ഐഡൻറ്റിക്കൽ ബട്ട് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ അവ ഒബേ ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ റൂൾ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്ന് പറയാം. ഇനി നേരെ മറിച്ച് പാർട്ടിക്കിൾ ഐഡൻറ്റിക്കൽ ആയിരിക്കുമ്പോഴും അവ ഇൻഡിസ്റ്റിങ്വിഷബിൾ കൂടിയാണെന്നുണ്ടെങ്കിൽ, അവയെ പരസ്പരം വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവ ഒന്നുകിൽ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫെർമി ഡയറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കാം ഒബേ ചെയ്യുന്നത്. ഇതിലേതാണ് എന്ന് തീരുമാനിക്കുന്ന കാര്യമാണ് നമ്മൾ വേവ് ഫംഗ്ഷനിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഈ വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഈ സംഗതി ഈ R1 R2 ഇൻ്റർചേഞ്ച് ചെയ്താലും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസ് എന്താണ്? ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെന്ന് പറയാം. സപ്പോസ് ദിസ് ഈസ് Ψ1 സ്ക്വയർ, ദിസ് ഈസ് Ψ2 സ്ക്വയർ. ഇനി ഇത് രണ്ടും ഈക്വൽ ആകുന്നുള്ള കണ്ടീഷൻ എന്താണ്? ഇതിൽ പോസിറ്റീവും നെഗറ്റീവും പരിഗണിക്കാം. ഇപ്പോൾ ഇതിനകത്ത് Ψ1 ഓഫ് R1 R2 T എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് Ψ2 ഓഫ് R2 R1 T ആണെങ്കിലാണ് നമുക്ക് ഈ Ψ1 സ്ക്വയറും Ψ2 സ്ക്വയറും ഈക്വൽ ആയിട്ട് കിട്ടുക. പക്ഷേ അത് എപ്പോഴാകാം? ഇത് പ്ലസ് ആയാലും മൈനസ് ആയാലും ഇത് സംഭവിക്കാം. സപ്പോസ് Ψ1 ഓഫ് R1 R2 T ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ഓഫ് Ψ2 R2 R1 T ആണ് എന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല എന്ന് കാണാം. അല്ലെങ്കിൽ അവയുടെ വേവ് ഫംഗ്ഷൻ സിമെട്രിക് ആണ് എന്ന് പറയാം. അപ്പോൾ അത്തരം പാർട്ടിക്കിൾസ് പൊതുവെ സ്പിൻ 0 പാർട്ടിക്കിൾസ് ആയിരിക്കും. അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് ആർ ഐഡൻറ്റിക്കൽ, ഇൻഡിസ്റ്റിങ്വിഷബിൾ, ബട്ട് ദേ ഡു നോട്ട് ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അത്തരം പാർട്ടിക്കിൾസ് ആണ് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇഫ് Ψ1 ഓഫ് R1 R2 T ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് Ψ2 R2 R1 T ആണെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. എന്താണ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും. ഒന്നിലധികം പാർട്ടിക്കിൾസിന് ഒരേ ക്വാണ്ടം സ്റ്റേറ്റ് ഓക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് ഇലക്ട്രോൺസിനെ പോലുള്ള സ്പിൻ, ഓഡ് ഇൻറ്റീജർ സ്പിന്നുള്ള 1/2 3/2 പോലുള്ള ഓഡ് ഇൻറ്റീജർ സ്പിന്നുള്ള പാർട്ടിക്കിൾസ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. അതുകൊണ്ടാണ് ശരിക്കും ആറ്റത്തിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനെ പല എനർജി ലെവലുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഇലക്ട്രോൺസിനും കൂടെ ഒരേ എനർജി ലെവലിലേക്ക് ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇലക്ട്രോൺസ് ഒരു ഇൻഡിസ്റ്റിങ്വിഷബിൾ ബട്ട് സ്പിൻ ഹാഫ് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് അവ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും. അവയെ നമുക്ക് എല്ലാ ഡിഫറൻറ്റ് എനർജി ലെവൽസിലേക്ക് മാത്രമേ ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് കാണാം. അപ്പോൾ ഈ 3 സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്, അതായത് 3 തരം പാർട്ടിക്കിൾസിന് 3 തരം സ്റ്റാറ്റിസ്റ്റിക്കൽ റൂൾസാണ് ബാധകമായിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്. സോ ഫസ്റ്റ്, ഐഡൻറ്റിക്കൽ ബട്ട് ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ഒബേ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഐഡൻറ്റിക്കൽ, ഇൻഡിസ്റ്റിങ്വിഷബിൾ ബട്ട് ദോസ് പാർട്ടിക്കിൾസ് ഹൂ ഡു നോട്ട് ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും ഒബേ ചെയ്യുക. ഐഡൻറ്റിക്കൽ, ഇൻഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾസ് ഹൂ ഒബേ
പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അവയെ സംബന്ധിച്ചിടത്തോളം ഫെർമി ഡയറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും ബാധകമായിരിക്കുക. ഇവിടെ ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ ബോസോൺസ് എന്നാണ് വിളിക്കുന്നത്. ഫെർമി ഡയറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒബേ ചെയ്യുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ ഫെർമിയോൺസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ബോസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള സത്യേന്ദ്രനാഥ ബോസിൻ്റെ പേരിലാണ് ഇതിരിക്കുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്തത് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റൈനും ചേർന്നാണ്. ഇതാണെങ്കിൽ എൻറിക്കോ ഫെർമിയും പോൾ ഡയറാക്കും ചേർന്നാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതാണ് ഫെർമി ഡയറാക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ 3 തരം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ വിശദാംശങ്ങൾ പരിചയപ്പെടാം. വീണ്ടും കാണുന്നവരെ നമസ്കാരം.